നമസ്കാരം, വെൽക്കം ബാക്ക് ടു മാൻ യുണൈറ്റഡ് മല്ലു. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓറീലിയൻ ചുമേനി നമ്മൾ രണ്ടാഴ്ച മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്ലെയറാണ്. റിയൽ മാഡ്രിഡിന്റെ ഫ്രഞ്ച് പ്ലെയർ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചുവമനിയിൽ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആ ഒരു റിപ്പോർട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ മാധ്യമങ്ങളും കൂടുതൽ ഇത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യോജിക്കുന്ന ഒരു പ്ലെയർ ആണോ എന്നുള്ള കാര്യങ്ങൾ വിലയിരുത്തി. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പറയപ്പെട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ കാസമീറോ കാസമീറോന് പകരമായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ലൈക്ക് ടു ലൈക്ക് ഒരു ട്രാൻസ്ഫർ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്ലെയർ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഏറ്റവും സിമിലാരിറ്റി ഉള്ള പ്ലെയർ എന്ന് പറഞ്ഞാൽ ചുവമിനിയാണ്. ഇപ്പം എലിയട്ട് ആൻഡർസൺ ആയാലും ബലേബ ആയാലും പിന്നെ ആഡം വോട്ടൺ അല്ലെങ്കിൽ ഗിമാരസോ ടൊണാലിയോ, ഇങ്ങനത്തെ ഏത് പ്ലെയേഴ്സ് നോക്കി കഴിഞ്ഞാൽ അവരുടെ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഒരു ഡബിൾ പിവറ്റിൻ്റെ അകത്താണ് ഇവരെല്ലാവരും ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഒരു സിംഗിൾ പ്രോപ്പർ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ എന്ന നിലയ്ക്ക് ചുവമിനി കസമീറോവിനെ പോലെ തന്നെ സിമിലർ പ്രൊഫൈൽ തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളൊരു ഘടകം. ഇപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് റിയൽ മാഡ്രിഡിൽ ഇടിമുഴക്കം. ചുവമെനിയും ഫെഡറിക്കോ വാൽവേർഡയും തമ്മിലുള്ള ഇവർ തമ്മിലുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അത് ഹൈ ലെവലിലേക്ക് പോയിരിക്കുകയാണ്. വെനസ്ഡേ ഇവർ തമ്മിൽ ഇഷ്യൂ ആകുന്നു, സംസാരം കാര്യങ്ങളൊക്കെ നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം കഴിഞ്ഞു. അടുത്ത ദിവസം വീണ്ടും അവർ ട്രെയിനിങ് സെഷനിൽ വരുന്നു. ലോക്കർ റൂമിൽ വെച്ച് സംസാരമാകുന്നു. അത് കണ്ടിന്യൂ ചെയ്ത് ട്രെയിനിങ് പിച്ചിലേക്ക് പോകുന്നു. അപ്പോൾ ട്രെയിനിങ് പിച്ചിൽ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ വീണ്ടും സംസാരം. അത് കൂടുതൽ എന്ന് പറഞ്ഞാൽ വാൽവേർഡെ ആണല്ല. വാൽവേർഡെ ചുവമിനിനെ അക്യൂസ് ചെയ്തിട്ട് പറയണം കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ ലീക്കായി പ്രസിന് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരമായി. അപ്പോൾ ചുവമിനി റിപ്പീറ്റഡ്ലി പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇല്ല, ഞാൻ അതുമായിട്ട് മീഡിയ എന്നെ അടുത്ത് ബ്രീഫ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ചുവമിനി പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അവരത് തുടർന്നുകൊണ്ടിരുന്നു. ആൻഡ് ഡ്യൂറിങ് ദ പ്രാക്ടീസ് സെഷൻ ഇവർ രണ്ട് ടീമിലേക്ക് കളിപ്പിച്ചു. ആൻഡ് രണ്ട് ടീമിൽ കളിക്കുന്ന സമയത്തും ഇവർ തമ്മിൽ ഈ ഇഷ്യൂ വന്നു. അത് ലീഡിങ് ടു ഹെവി ടാക്കിൾസ്, അങ്ങോട്ടും ഇങ്ങോട്ടും ടാക്കിൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗ്രൗണ്ടിൽ, ട്രെയിനിങ് ഗ്രൗണ്ടിൽ അത് നടന്നു. പിന്നെ അത് വീണ്ടും കണ്ടിന്യൂ ചെയ്തിട്ട് ലോക്കർ റൂമിൽ കളി കഴിഞ്ഞിട്ട് ലോക്കർ റൂമിൽ പോയി കഴിഞ്ഞിട്ടും വാൽവേർഡെ ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ചുവമിനി കുറേ നേരമായിട്ട് പറയുന്നു ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നിട്ടും നിർത്തുന്നുണ്ടായിരുന്നില്ല. ആൻഡ് കൂടെ ഉണ്ടായിരുന്ന പ്ലെയേഴ്സൊക്കെ വാൽവേർഡെനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ബട്ട് ഈ കണ്ടിന്യൂ ഡൂയിങ് ദാറ്റ്. ഏറ്റവും അവസാനം സഹി 8 ചുവമനി എന്ന് പറഞ്ഞാൽ ഒരു ടൈസൺ ഷോട്ട് കൊടുത്തു വാൽവേർഡയ്ക്ക്, തലയ്ക്ക് തന്നെ ഒരെണ്ണം കൊടുത്തു. അപ്പം ഇടി കൊണ്ട് വാൽവേർഡെ നിലത്ത് വീഴുന്നു. വീണ ആഘാതത്തിൽ തല ഇടിച്ച് തലയിൽ പൊട്ടലുണ്ടാകുന്നു. ആസ് ഇൻ തല മുറിയുന്നു. അപ്പം അതിനുശേഷം തലകറക്കം സംഭവിക്കുന്നു. ഏറ്റവും അവസാനം വീൽ ചെയറിലാണ് എടുത്തു കൊണ്ടുപോയത്. അത് കഴിഞ്ഞിട്ട് നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകുന്നു. ആൻഡ് ഹീസ് ഹാവിങ് എ ഹെഡ് ഇഞ്ചുറി. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എൽ ക്ലാസിക്കോന് കളിക്കാനായിട്ട് വാൽവേർഡെ ഇല്ല. ആൻഡ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് ചുവമിനി വാൽവേർഡയിൽ എൽ ക്ലാസിക്കോയിൽ കളിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടും വരുന്നുണ്ട്. അപ്പം ഇവർ തമ്മിലുള്ള ഇഷ്യൂ വലിയ ലെവലിലോട്ട് പോയിരിക്കുകയാണ്. ആൻഡ് നൗ ഇവർക്ക് രണ്ടുപേർക്കും 500,000 ഫൈനാണ് റിയൽ മാഡ്രിഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഇനി അങ്ങോട്ടേക്ക് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ വരും. ഇവർ തമ്മിൽ അങ്ങോട്ട് സോറി പറഞ്ഞു, കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി എന്ന് പറഞ്ഞിരുന്നാൽ പോലും എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഇനി അങ്ങോട്ടേക്ക് ഇതിൻ്റെ ചലനങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റിയൽ മാഡ്രിഡ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ഫെഡറിക്കോ വാൽവേർഡെനെ തന്നെയായിരിക്കും. അപ്പോൾ ആ സാഹചര്യത്തിൽ ചുവമിനിക്ക് ഒരു സെക്കൻഡ് ലെവലിലേക്ക് ചുവമിനിനെ അവർ എടുക്കുന്നുള്ളൂ. ഫസ്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വാൽവേർഡയ്ക്ക് ആയിരിക്കും സപ്പോർട്ട് കിട്ടുക. അപ്പം ഈ ഒരു സാഹചര്യം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊരു വഴിതുറക്കലായിട്ട് വേണമെങ്കിൽ നമുക്ക് നോക്കാം. ബിക്കോസ് ചുവമിനിന് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇവർ തമ്മിലുള്ള ക്ലാഷ് വരുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് പതുക്കെ ഒരു പാലം വലിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു പല റിപ്പോർട്ടുകളും വരുന്നു. ഇതിൽ നിന്നും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചുവമിനിയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് സംസാരിക്കാനായിട്ടുള്ള ഒരുക്കത്തിലാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയപ്പെടുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഡെഫിനറ്റ്ലി ദിസ് കുഡ് ബി എക്സിറ്റ് ഫോർ ചുവമിനി ഫ്രം റിയൽ മാഡ്രിഡ്. നമുക്കറിയാം ഇനിയിപ്പോൾ
സീസൺ വിൻഡോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവർ മിഡ്ഫീൽഡേഴ്സിന് നോക്കുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഉറപ്പായിട്ടും റോഡ്രീനെയൊക്കെ പോലത്തുള്ള പ്ലെയേഴ്സിനെയാണ് അവരവിടെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ അവർക്ക് ഇപ്പം തന്നെ ആവശ്യത്തിന് മിഡ്ഫീൽഡേഴ്സ് ഉണ്ട്. അപ്പോൾ കൂടുതൽ പ്ലെയേഴ്സിനെ കൊണ്ടുവരുമ്പോൾ അവർക്ക് ഡെഫിനറ്റ്ലി ദേ നീഡ് മണി. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ചുവമിനിനെ പോലുള്ള ഒരു പ്ലെയറിനെ അവർക്ക് വിൽക്കാനായിട്ട് നോക്കും. ആൻഡ് ദേ വുഡ് ഡെഫിനറ്റ്ലി ഗെറ്റ് എ ഗുഡ് എമൗണ്ട് ഓഫ് മണി. ഏകദേശം ഒരു 70 ബില്യൺ യൂറോസോ ആ ഒരു എമൗണ്ടിന് തന്നെ ആയിരിക്കും അവർ നോക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നം വന്നതോടുകൂടി ചിലപ്പോൾ ആ ഒരു വാല്യൂ ചെറുതായിട്ടൊന്ന് കുറയാനായിട്ടുള്ള ഒരു സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. നോട്ട് ടു മച്ച്, പക്ഷേ എന്നാലും ഒരു മേ ബി ഒരു 5 മില്യനോ 10 മില്യനോ കുറവ്, ഒരു 60 മില്യണിലോട്ടൊക്കെ മേ ബി അത് പറ്റുമായിരിക്കും. പക്ഷെ എന്നിരുന്നാൽ പോലും അവർക്ക് ആ പ്രൈസ് വേണം. ആൻഡ് ദേ വുഡ് ഡെഫിനറ്റ്ലി ട്രൈ ടു സെൽ എ വാല്യുബിൾ പ്ലെയർ. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ വാൽവേഡെ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ക്യാപ്റ്റനാണ്. പിന്നെ അതിനുശേഷം വാൽവേഡയുടെ പ്രൊഫൈൽ നമുക്കറിയാം. ഹീ ഈസ് ലൈക്ക് എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു കിമ്മിച്ചിൻ്റെ ഒരു ഇതാണ്. പല പൊസിഷൻസും കളിക്കാനായിട്ട് പ്രാപ്തിയുള്ള ഒരു പ്ലെയറാണ്. അപ്പം അതുകൊണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ വാല്യുബിൾ എന്ന് പറഞ്ഞാൽ വാൽവേഡെ തന്നെയായിരിക്കും. അപ്പോൾ ചുവമിനിയുടെ പൊസിഷൻ അവർ കൂടുതലായിട്ട് സെയിലിന് പോകാനായിട്ടുള്ളൊരു സാധ്യതയും അവിടെ കാണുന്നുണ്ട്. സോ ഐ തിങ്ക് ദിസ് വുഡ് ബി എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ഒരു കുറച്ചൊന്ന് കുറവ് പ്രൈസിന് നമുക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു ഇതായിരിക്കും. ഇങ്ങനത്തെ ഒരു പ്രൊഫൈൽ ഓഫ് പ്ലെയർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വന്നു കഴിഞ്ഞാൽ ഐ തിങ്ക് എന്താ പറയുക, ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ ടീമിലുണ്ടാവും. ആൻഡ് അഡീഷണൽ ഒരു 1-2 മിഡ്ഫീൽഡേഴ്സും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മിഡിൽ ഓഫ് ദ ഗ്രൗണ്ട്, മിഡിൽ ഓഫ് ദ പിച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്ട്രെങ്ത് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് കോബീനെ ഫ്രീ ആക്കും. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എന്താ പറയുക അഡ്വാൻറ്റേജ് കിട്ടാൻ പോകുന്ന പ്ലെയർ എന്ന് പറഞ്ഞാൽ കോബി മീനു തന്നെയായിരിക്കും. കാരണം കോബി ഇപ്പോൾ കളിക്കുന്ന പറഞ്ഞാൽ കസമിറോയുടെ കൂടെ കുറച്ചൊന്നും അവർ രണ്ടുപേരും ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് കളിക്കുന്നത്. ബിക്കോസ് ഹി നീഡ് ടു സപ്പോർട്ട് ദ കസമിറോ. കാരണം കസമിറോയുടെ പേസും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് ഹി നീഡ് മോർ ഓഫ് സപ്പോർട്ട് ഫ്രം കോബി. പക്ഷേ ചുവമിനി വന്നു കഴിഞ്ഞാൽ ആ പരിസരം മൊത്തവും കളം നിറഞ്ഞ് കളിക്കാനായിട്ട് പ്രാപ്തിയുള്ളൊരു പ്ലെയറാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് വരുമ്പോൾ കോബിക്ക് കുറച്ചുകൂടെ മനസ്സ് ഒന്ന് എന്താ പറയുക, ഡിഫൻസ് ഇതിൽ കൂടുതലൊന്ന് ഇതാക്കാതെ കുറച്ചുകൂടെ അറ്റാക്കിങ്ങോ അല്ലെങ്കിൽ ടീമിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ ബോൾ കൊണ്ടുപോയി ഫോർവേഡ് കൊണ്ടുപോകാനും പാസ് കൊടുക്കാനും ഒക്കെ കോബിയുടെ നാച്ചുറൽ ഗെയിം ഓപ്പൺ അപ്പ് ആകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ലൈക്ക് ഡെഫിനറ്റ്ലി അൺലോക്ക് കോബീസ് എബിലിറ്റീസ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം എലിയറ്റ് ആൻഡേഴ്സൻ്റെയോ അല്ലെങ്കിൽ ടൊണാലിയോ, ബ്രൂണോജി അങ്ങനത്തെ പ്ലെയേഴ്സിനെയും കാട്ടി എനിക്ക് എന്തോ കുറച്ചുകൂടെ എന്നെ ഇൻട്രസ്റ്റ് ചെയ്യുന്ന പ്ലെയർ എന്ന് പറഞ്ഞാൽ ചുവമിനി തന്നെയാണ്. നമ്മൾ ചുവമിനീനെ ഇതിന് മുമ്പ് നോട്ട് ഇട്ടിട്ടുണ്ട്. അവർ AS മൊണാക്കോയിൽ കളിക്കുന്ന സമയത്ത് ചുവമിനിയുടെ പ്രൊഫൈൽ നമ്മൾ നോക്കിയതായിരുന്നു. പക്ഷെ അന്ന് ചുവമിനി അത് പറഞ്ഞില്ല. ആൻഡ് ഹി വെൻ ടു റിയൽ മാഡ്രിഡ്. ആ ഒരു ഓഫർ റിയൽ മാഡ്രിഡിൻ്റെ ഓഫറാണ് അന്ന് ചുവമിനി സ്വീകരിച്ചത്. സോ ആ ഒരു പഴയ ഇൻട്രസ്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അനുകൂലമാകാനായിട്ടുള്ള ഒരു സാധ്യത ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നു. ആൻഡ് ഐ തിങ്ക് വി ഷുഡ് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദി സിറ്റുവേഷൻ. അപ്പം നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സ് അല്ലെങ്കിൽ നമ്മുടെ മാനേജ്മെൻറ്റ് ചുവമിനിയുടെ റെപ്രസെൻറ്റേറ്റീവ്സുമായിട്ട് സംസാരിച്ചിട്ട് ആൻഡ് ഇതിൻ്റെ അകത്തുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ ഇതിനകത്തുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് എന്താ പറയുക അത് അവതരിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ ഐ തിങ്ക് ലൈക്ക് ദർ ഇസ് എ ചാൻസ് ദാറ്റ് ചുവമിനി ക്യാൻ കം ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ആൻഡ് ഇതിപ്പം ചുവമിനിക്ക് ചിന്തിക്കുമ്പോൾ ഹി നോസ് ദാറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറഞ്ഞാൽ വേൾഡിലെ വൺ ഓഫ് ദ ടോപ്പ് 3 ക്ലബ്സിനകത്തുള്ള ഒരു പേര് തന്നെയാണ്. സോ ഹി ഈസ് നോട്ട് ഗോയിങ് ടു എന്താ പറയുക റിയൽ മാഡ്രിഡിൽ നിന്ന് ഒത്തിരി താഴെ പോകുന്ന ഒരു ലെവലിലേക്കൊന്നും അല്ല. ബിക്കോസ് അത്യാവശ്യം എന്താ പറയുക സ്റ്റേച്ചറുള്ള ക്ലബിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നുള്ളൊരു മൈൻഡ് ഉണ്ടാകും. സോ ഇഫ് വി ക്യാൻ കൺവിൻസ് ഹിം ടു ജോയിൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ നെക്സ്റ്റ് കുറച്ച് വർഷങ്ങൾ ഒരു 7-8 ഇയേഴ്സ് ഒക്കെ ഈസി ആയിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ചുവമിനിയുടെ സർവീസസ് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ വാട്ട് ഡു യു തിങ്ക് ചുവമിനിയുടെ ഈ ഒരു എന്താ പറയുക ടൈസൺ സിറ്റുവേഷൻ നമുക്ക് അത് ഹെൽപ്ഫുൾ ആകുമോ എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു വെച്ചാൽ കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓക്കെ, സോ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ കോൺവെർസേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഐ റിക്വസ്റ്റ് യു ടു കൈൻഡ്ലി സബ്സ്ക്രൈബ് ടു ദ ചാനൽ ഇഫ് യു ആർ ന്യൂ ഹിയർ. അല്ലെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഇന്ന് നമ്മുടെ കളി വൈകിട്ടുണ്ട്. സോ വി വിൽ ബി വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ആൻഡ് മാച്ച് റിയാക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, സോ അതുവരേക്ക് താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.